ഇന്ന് നമ്മൾ ഒരു ഗണിതശാസ്ത്ര യാത്രയിലാണ്. ഇതിൽ കുറച്ച് കണക്കുകളുണ്ട്, ചില പസിലുകളുണ്ട്, പിന്നെ ഒറ്റ നോട്ടത്തിൽ വളരെ സിമ്പിളാണെന്ന് തോന്നുന്ന ചില ചോദ്യങ്ങളും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ഇതിലെ ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തുക എന്നത് മാത്രമല്ല, ആ ഉത്തരങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന വഴികളുണ്ടല്ലോ, അതിലെ ഒരു ലോജിക്ക് കണ്ടെത്തുക എന്നതാണ്. മുഹമ്മദിന്റെ ചായപ്പിടികയിൽ 8672 രൂപയുണ്ട്. കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയ വകയിൽ 3848 രൂപ കൊടുത്താൽ കടയിൽ ബാക്കി എത്ര രൂപ കാണും? കടയിൽ ബാക്കി 4824 രൂപയുണ്ടാകും. ഇത് കണ്ടെത്താൻ ആകെ തുകയായ 8672 നിന്ന് സാധനങ്ങൾ വാങ്ങിയ 3848 രൂപ കുറച്ചാൽ മതി. 8672 മൈനസ് 3848 സമം 4824. രാജു അബാക്കസിൽ ക്രമീകരിച്ച സംഖ്യ 4851 റഹീം ക്രമീകരിച്ചത് 7463 ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അബാക്കസിൽ ക്രമീകരിക്കാൻ എത്ര മുത്തുകൾ വേണം? ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2612 ആണ്. 7463 മൈനസ് 4851 സമം 2612. ഇത് അബാക്കസിൽ കാണിക്കാൻ 11 മുത്തുകൾ വേണം. 2 പ്ലസ് 6 പ്ലസ് 1 പ്ലസ് 2 സമം 11. 4000ഉം 700ഉം 8 10ഉം 7 1ഉം ചേർന്ന സംഖ്യയോട് എത്ര കൂട്ടിയാലാണ് 6500ഉം 9 10ഉം ചേർന്ന സംഖ്യ കിട്ടുക? 1803 കൂട്ടണം. അതായത് 6590 നിന്ന് 4787 കുറച്ചാൽ ഉത്തരം ലഭിക്കും. 6590 മൈനസ് 4787 സമം 1803. ടിൻഡു 4672 രൂപയുടെ വസ്തുക്കൾ വാങ്ങിയപ്പോൾ 924 രൂപ കിഴവ് കിട്ടി. എങ്കിൽ ടിൻഡു എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? ടിൻഡു 3748 രൂപ കൊടുക്കണം. വസ്തുക്കളുടെ വിലയിൽ നിന്ന് കിഴവ് കുറച്ചാൽ ഇത് ലഭിക്കും. 4672 മൈനസ് 924 സമം 3748. ബഷീറിന്റെ കയ്യിൽ 500ന്റെ 6 നോട്ടും 200ന്റെ 4 നോട്ടും 20ന്റെ 3 നോട്ടുമുണ്ട്. ജോണിന് 2245 രൂപ കൊടുത്തു ബാക്കി വാങ്ങിയാൽ ബഷീറിന്റെ പക്കൽ ആകെ എത്ര രൂപയുണ്ടാകും? ബഷീറിന്റെ കൈവശമുള്ള ബാക്കി തുക 1615 രൂപയാണ്. ബഷീറിന്റെ ആകെ തുക കണക്കാക്കിയാൽ 3860 രൂപ ലഭിക്കും. അതിൽ നിന്ന് ജോണിന് കൊടുത്ത 2245 രൂപ കുറച്ചാൽ 1615 ലഭിക്കും. രണ്ട് നാലക്ക സംഖ്യകളുടെ തുക 9638 ആണ്. ഒരു സംഖ്യ 3769 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? രണ്ടാമത്തെ സംഖ്യ 5869 ആണ്. ആകെ തുകയായ 9638 നിന്ന് നൽകിയിരിക്കുന്ന 3769 കുറച്ചാൽ മതി. അശ്വതിയും അച്ഛനും കൂടി 697 രൂപയുടെ ബാഗും 489 രൂപയുടെ ഷൂസും വാങ്ങി. അച്ഛൻ 3 500ന്റെ നോട്ടുകളാണ് നൽകിയത്. ബാക്കി എത്ര രൂപ കിട്ടി? സാധനങ്ങളുടെ ആകെ വില 1186 രൂപയാണ്. നൽകിയ 1500 നിന്ന് അത് കുറച്ചാൽ ബാക്കി 314 രൂപ ലഭിക്കും. 8637, 7437, 6237 എന്ന പാറ്റേണിലെ അടുത്ത രണ്ട് സംഖ്യകൾ ഏതെല്ലാമാണ്? ഇതിലെ അടുത്ത സംഖ്യകൾ 5037ഉം 3837ഉമാണ്. കാരണം ഈ പാറ്റേണിൽ ഓരോ തവണയും 1200 വീതം കുറയുന്നു. സുഹൈൽ 5280 രൂപയുടെ സൈക്കിൾ വാങ്ങി. 1056 രൂപ കിഴവ് കിട്ടിയെങ്കിൽ കൊടുത്ത തുക എത്ര? സുഹേൽ 4224 രൂപയാണ് സൈക്കിളിനായി നൽകിയത്. വിലയിൽ നിന്ന് കിഴവ് കുറച്ചാൽ ഇത് ലഭിക്കും. 5280 മൈനസ് 1056 സമം 4224. രണ്ട് നാലക്ക സംഖ്യകളുടെ തുക ഏറ്റവും വലിയ നാലക്ക സംഖ്യയാണ്. ഒരു സംഖ്യ 4376 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ നാലക്ക സംഖ്യ 9999 ആണ്. അതിൽ നിന്ന് 4376 കുറച്ചാൽ രണ്ടാമത്തെ സംഖ്യ 5623 ലഭിക്കും. വിലയുള്ള 2 പാന്റിനും ഒരു ഷർട്ടിനും കൂടി
850 രൂപയായി. ഷർട്ടിന്റെ വില 300 രൂപയാണെങ്കിൽ ഒരു പാന്റിന്റെ വിലയെന്ത്? ഒരു പാന്റിന്റെ വില 275 രൂപയാണ്. ആകെ വിലയിൽ നിന്ന് ഷർട്ടിന്റെ വില കുറച്ചാൽ 550 രൂപ ലഭിക്കും. അതിനെ 2 കൊണ്ട് ഭാഗിച്ചാൽ ഒരു പാന്റിന്റെ വിലയായ 275 ലഭിക്കും. രണ്ട് സംഖ്യകളുടെ തുക 150ഉം അവ തമ്മിലുള്ള വ്യത്യാസം 100ഉമാണെങ്കിൽ ആ സംഖ്യകളേവ? ആ സംഖ്യകൾ 125ഉം 25ഉമാണ്. കാരണം 125 പ്ലസ് 25 സമം 150ഉം 125 മൈനസ് 25 സമം 100ഉമാണ്. അച്ഛൻ 150 രൂപ 2 മക്കൾക്കായി വീതിച്ചു. മൂത്തയാൾക്ക് 20 രൂപ കൂടുതൽ നൽകണമെങ്കിൽ ജ്യേഷ്ഠന് എത്ര രൂപ കിട്ടും? ജ്യേഷ്ഠന് 85 രൂപ ലഭിക്കും. ആദ്യം 150ൽ നിന്ന് 20 രൂപ മാറ്റിവെക്കുക. അപ്പോൾ ബാക്കി 130 വരും. ആ 130നെ പാതിയാക്കിയാൽ 65. അതിന്റെ കൂടെ നേരത്തെ മാറ്റിവെച്ച് 20 കൂടി കൂട്ടിയാൽ 85 ലഭിക്കും. എത്ര 10,000 ചേർന്നാലാണ് 1 കോടിയാവുക? 1000 10,000 ചേർന്നാൽ 1 കോടി ലഭിക്കും. രണ്ടു സംഖ്യകളുടെ തുക 101ഉം അവ തമ്മിലുള്ള വ്യത്യാസം 1ഉമാണെങ്കിൽ ചെറിയ സംഖ്യ ഏതാണ്? ചെറിയ സംഖ്യ 50 ആണ്. സംഖ്യകൾ 50ഉം 51ഉമാണ്. ഇവ കൂട്ടിയാൽ 101ഉം ഇവ തമ്മിലുള്ള വ്യത്യാസം 1ഉമാണ്. Please subscribe and share our channel.